ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം അവിടെ നിൽക്കാനായിട്ട് പോയാണ്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റപ്പോഴേക്ക് എൻ്റെ ഐതുക്കുട്ട ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം. അങ്ങനെ തന്നെ ഉമ്മ നല്ല അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്നിരുന്ന് അവനും കൊടുത്തു, കൂടെ ഞാനും അങ്ങ് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അവൻ താണ്ടെ വന്നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നോക്കി എന്തോ മീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും അവന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. കാർട്ടൂൺ ഇട്ട് എടുത്തേക്കുവാണെങ്കിലേ ആള് ഫുഡ് കഴിക്കൂ. അങ്ങനെ അതുമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് കേട്ടോ. ഇപ്പം ഈ ഓണപ്പരിപാടിയുടെ ആ ഒരു ഇടയ്ക്കെടുത്ത വീഡിയോ ആണ്. അതായത് ഓണം ഓരോരുത്തരത്തൊക്കെ ഓണം സെലിബ്രേഷൻ ഒക്കെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അനിയത്തിക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മായുമായിട്ട് അവള് നേരെ അങ്ങ് പോയി. അങ്ങനെ പിന്നെ വീട്ടിൽ കുറച്ച് സവാള അരിയലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉമ്മ പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സവാളയൊക്കെ ഒന്ന് തൊലിച്ചരിഞ്ഞ് വെച്ചേക്കണേ, ഉമ്മ വന്നിട്ട് കറിയൊക്കെ വെച്ചോളാന്ന്. അങ്ങനെ ദേണ്ട് നേരെ അടുക്കളയിൽ കയറി പിന്നെ കുറച്ച് സവാളയൊക്കെ നമ്മൾ തൊലിച്ച് അങ്ങ് അരിഞ്ഞു വെക്കാമെന്ന് കരുതി. ഇന്നപ്പോൾ നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ സവാളയൊക്കെ ഞാൻ അങ്ങ് അരിഞ്ഞു വെച്ചു. എല്ലായിടവും ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായി തിമിർത്ത് നടന്ന സമയങ്ങളായിരുന്നല്ലോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച സമയത്ത് ഇത്രയും വിപുലമായിട്ടുള്ള ഓണപ്പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് എവിടെയോ എന്തോ ഒരു മനസ്സിനൊരു സങ്കടം കണക്കാണ് കേട്ടോ. ഇനിയും പിന്നെ ആ കാലത്തിലോട്ട് പോയാൽ മതിയല്ലോ എന്ന് വരെ തോന്നിപ്പോവും. അതായത് നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞു വെച്ചിരുന്നാൽ പിന്നെ ഉമ്മാക്ക് വന്ന് പെട്ടെന്ന് വഴറ്റിയൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കി വെച്ചു. പിന്നെ നമുക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ് കേട്ടോ. അപ്പം ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അങ്ങനെ ഉമ്മ വന്നപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ കുക്കറിനകത്ത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ ഈ ചിക്കനകത്ത് കുറച്ച് നേരം ഒന്ന് അരപ്പ് തേച്ച് മാറ്റി വെക്കും. ആ അരപ്പെന്ന് പറയുന്നത് നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന പൊടികളെല്ലാം കൂടെ നമ്മൾ മൂപ്പിച്ചിട്ട് ചിക്കനകത്തോട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കറി വെക്കുമ്പോൾ തന്നെ. അങ്ങനെ അതിനകത്തുള്ള മിക്സൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കൻ്റെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കുക്കറിനകത്തോട്ട് നല്ല ഉള്ളിയൊക്കെ നല്ല വിസിലിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കറി അങ്ങ് റെഡിയായി കിട്ടി. പിന്നെ നെയ്ച്ചോറിനുള്ള പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്ത് അരപ്പ് വരട്ടി മാറ്റി വെക്കുന്നുണ്ട്. ഐതുക്കുട്ടന് കൊടുക്കാനായിട്ടാണ്. അവന് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എപ്പം ചിക്കൻ വെച്ചാലും അവൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫ്രൈ ഉണ്ടോ മീൻ. അങ്ങനെ അവന് വേണ്ടി കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ നെയ്ച്ചോറ് പെട്ടെന്നാവുമല്ലോ. വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ കൈമയുടെ അരിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും എല്ലാമായിട്ട് നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒരു ഫേസ് പാക്ക്, നമ്മൾ നാച്ചുറൽ ഫേസ് പാക്കാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതും എല്ലാം ഇട്ടിട്ട് നമ്മൾ കുറച്ച് ചട്ടി മെഴുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിന് മയക്കാനുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെങ്ങനെയാണ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക വിശപ്പാണല്ലോ. ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേ ഒരു പ്രത്യേക വിശപ്പാണ്. നേരെ ഞാൻ പോയിരുന്നങ്ങ് കഴിക്കായിരുന്നു. ഐദൂന് വേണോ എന്ന് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം കഴിക്കാമെന്നും പറഞ്ഞ് വന്നിരുന്നു. അങ്ങനെ ഞാനും കഴിച്ചു. കൂടെ അവനും കുറച്ച് വാരി കൊടുത്തു. അവൻ എപ്പോഴും കാർട്ടൂണും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡും എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. അങ്ങനെ കുറച്ചു നേരമൊക്കെ കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തി ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ധാവണിയൊക്കെ ഉടുത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ അവൾ വന്നിരുന്നു. പിന്നെ ഐതുക്കുട്ടൻ ഉറക്കമായെന്നും പറഞ്ഞിങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നേരെ ഞാനങ്ങ് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ഐതുവിന് സ്കൂളിലൊക്കെ പോകണം. അങ്ങനെ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.